ഹലോ മുത്തുമണീസ്, ഇന്ന് നമുക്ക് ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അപ്പം എൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എല്ലാം കൂടെ ഒരുമിച്ചൊന്നും ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. അങ്ങനെ സെക്ഷൻ ആയിട്ടാണ് ഇന്ന്. പക്ഷേ ഞാൻ കുറച്ചധികം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, കളക്ടർ അവധി പ്രഖ്യാപിച്ചില്ലേ, 3 ഇവിടെ ഉണ്ട്, ഒരു രക്ഷയില്ല. അങ്ങോട്ട് ഇങ്ങോട്ടും പോകും. പിന്നെ നമ്മൾ ഈ മാറാലേക്ക് ഇങ്ങനെ കൂടുതൽ തൂത്ത് ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ജലദോഷമുണ്ട്. അപ്പം അതിനി കൂടിയെങ്കിലും എന്ന് വിചാരിച്ചും കൊണ്ട് അധികം ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ സെക്ഷനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതിനകത്ത് ആ ഒരു പോർഷനാണ് ഇന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മളൊരു ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ നല്ല ഡീപ്പ് ക്ലീൻ, 2 ആഴ്ച കൂടേണ്ട, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യണത് നല്ലതാണ്. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത വീഡിയോ എടുക്കാനായിട്ട്, നമ്മുടെ മെയിൻ ചാനലിലേക്കുള്ള മോട്ടിവേഷൻ. അപ്പോൾ പോയിട്ട് വരാം. എന്നാണെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ ക്ലീനിങ്ങിൻ്റെ തുടക്കം ഇവിടെ ആയിരിക്കും കേട്ടോ. അതായത് ഈ ഫോട്ടോ അത് ആദ്യമേ തന്നെ തുടയ്ക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തുടച്ചിട്ട് വന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് തൂക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, തുണിയും കൊണ്ട് തുടയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്തുമില്ല. ഇതിപ്പം തന്നെ സെറ്റിയുടെ മുകളിൽ കയറി നിന്നിട്ടാണ് തൂക്കുന്നത്. അപ്പം ഇതിന്മേലായിരിക്കും ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്. അത് തന്നെ വന്ന് കയറുമ്പോൾ തന്നെ നോക്കുന്നതും ഈ ഫോട്ടോസിലേക്കായതുകൊണ്ട് അവിടെ ഒന്ന് ശരിക്കും തന്നെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. നമ്മൾ ഈ ഫോട്ടോയുടെയൊക്കെ 2 സൈഡിലും ശരിക്കും മാറാലി ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഉൾഭാഗത്തുണ്ടല്ലോ ഒരുതരം പൊടി, ഇങ്ങനെ എന്താ പറയുക, ഈർപ്പം പോലെയൊക്കെ വന്നിട്ട് അതിനകത്ത് പൊടിയൊക്കെ ഉണ്ടാവും. മഴക്കാലം ആകുമ്പോഴത്തേക്കും ഒരു ഈർപ്പം പോലെയൊക്കെ വന്നിട്ട് പൊടി ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഡസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതൊക്കെയാണ് ആദ്യമേ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് എൻ്റെ മെയിൻ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാളിലാണ് ക്ലീനിങ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പിള്ളേരെയും കൊണ്ട് ഒരു രക്ഷയില്ല. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും, ഒരിടത്ത് അടക്കിയിരിക്കുക കഴിഞ്ഞാൽ ഇരിക്കുകയില്ല. പുറത്തേന് ഈ സ്കൂളങ്ങ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ദൈവമേ, അവർക്ക് ഈ മഴ നനഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ചെറിയ ചാറ്റൽ മഴയാണെങ്കിൽ അത് എനിക്കും ഉണ്ടാവും ഒരു പ്രശ്നം കേട്ടോ. ചെറിയ ചാറ്റൽ മഴയാണെങ്കിലും പെയ്ത് കഴിഞ്ഞാൽ മാളൂന് പ്രശ്നമില്ല, കുഞ്ഞിയാണ് ഇത് കൊണ്ടുവരുന്നയാൾ. പെട്ടെന്ന് തന്നെ അവൾക്ക് ജലദോഷം പിടിക്കും. കുറച്ച് ഇമ്മ്യൂണിറ്റി കുറവുണ്ട് കേട്ടോ എന്നെനിക്ക് തോന്നുന്നു. അപ്പം എന്നും ഈ ജലദോഷം കൊണ്ട് വരുന്ന മഹത് വ്യക്തി അവളാണ്. അപ്പോൾ അവൾ കൊണ്ടുവരും, ബാക്കി എല്ലാവർക്കും കൊടുക്കും. ഇപ്രാവശ്യം അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞിയുടെ എന്ന് പീക്കൂന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്നാണാവോ തുമ്മി തുടങ്ങുന്നത് എനിക്ക് അറിയത്തില്ല. തുമ്മി തുടങ്ങിയാൽ പ്രശ്നമാണ്. എൻ്റെ ദൈവം, എൻ്റെ സൗണ്ടും പോവും. ചുമയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറേയില്ല, ആകെ പ്രശ്നമാണ്. ഇത് തൂത്തോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഓർത്തത്, ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു മാസ്കോ എന്തെങ്കിലും വെച്ചിട്ട് കെട്ടിയിട്ട് ചെയ്യാമായിരുന്നു കേട്ടോ. പക്ഷേ മടിച്ചീന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വരെ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വക സാധനങ്ങളൊന്നും എടുക്കാത്തതായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് തുടയ്ക്കുക. എന്നിട്ട് ഏത് നേരം മൂക്കും മോന്തയൊക്കെ തുടച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുകയാണ്. കാരണം എനിക്ക് പിന്നെ പഴകിയ, അതായത് ഈ മാറാല പോലെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ എൻ്റെയൊക്കെ മേത്തേക്ക് ചാടും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്മൽ പെട്ടെന്ന് വരും കേട്ടോ. ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ജനലെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ 2 സൈഡിൽ ഇങ്ങനെ ഒരു ഉണ്ട പോലത്തെ, എന്തെന്നൊക്കെ എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ആ സംഭവങ്ങളൊക്കെ ശരിക്കും ഒന്ന് എന്താ പറയുക, തുണി കൊണ്ട് തന്നെ നമ്മൾ തുടച്ച് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം നമ്മൾ മിക്കവാറും അതല്ലാതെ ജനലിൻ്റെ ഉൾഭാഗം തുടയ്ക്കുമ്പോഴോ ഒന്നും നമ്മൾ തുടച്ച് കളയാറില്ല. അപ്പോൾ അവിടെ എപ്പോഴും ഇങ്ങനെ പൊടി അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ദണ്ടുണ്ടല്ലോ, അതും അവിടെയൊക്കെ ശരിക്കും ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്യുമ്പം ആ ഒരു ഏരിയയിലുള്ള എല്ലാ ഐറ്റംസും, വയറ്, അതായത് എന്തിൻ്റെങ്കിലുമൊക്കെ വയറ്, ടി വിയുടെ ഒക്കെ ആണെങ്കിലും വയറ് തൂങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതുൾപ്പെടെ എല്ലാം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ജനലിൻ്റെ കമ്പികളൊക്കെ എപ്പോഴും നനഞ്ഞ തുണി വെച്ചിട്ടോ, അതല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് തുരുമ്പെടുക്കുന്ന കാണാം ഈ നനഞ്ഞ തുണി വെച്ച് കൊടുക്കുമ്പോൾ. അധികം ഓവർ നനവുണ്ടാവരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് നനഞ്ഞ തുണി വെച്ച് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡസ്റ്റ് പറക്കാണ്ടിരിക്കും. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് വെക്കുക. ജനലിൻ്റെ ആ ഒരു പടിയും അതുപോലെ ജനലിൻ്റെ കമ്പികളും ഒക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഈ മാറാല കിട്ടുന്ന പരിപാടി അങ്ങോട്ട് മാറി കിട്ടും. അതുപോലെ തന്നെ ഈ പിള്ളേർക്കൊക്കെ വരുന്ന തുമ്മൽ, അലർജി സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ പഴകിയ പൊടികളൊക്കെ ഇരിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫാനിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ലീഫയൊക്കെ ഇവിടെ, അതുപോലെ AC-യുടെ ഒക്കെ ഉള്ളിൽ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നിറച്ച് പൊടികൾ അടിഞ്ഞുകൂടിയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പിള്ളേർക്ക് എന്തെന്ന് പറയുക, തുമ്മൽ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമുക്ക് മടിയായിരിക്കും, അറിയാം. പക്ഷേങ്കിൽ അത് അങ്ങനെ ചെയ്യണത് നല്ലതാണ്. അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ക്ലീൻ ചെയ്തിട്ടും ഒരു കാര്യമില്ല കേട്ടോ.
ഓരോ സെക്ഷനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ മുക്കും മൂലയും നമ്മൾ മാറാല തട്ടി ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ഇതിപ്പോൾ ഞാൻ ഹാള് കാര്യങ്ങളാണ് ചെയ്യുന്നത്, അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പൊടി തട്ടിയെടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഏരിയ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മടിയായിരിക്കും. പിന്നെ അതങ്ങനെ അങ്ങോട്ട് മാറി മാറി അങ്ങനെ അങ്ങ് പോവും. അതുപോലെ തന്നെ നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ മുകൾ ഭാഗം, അതുപോലെ ഈ എന്താ പറയുക ഡോറിൻ്റെയൊക്കെ കോർണർ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കത്തേ ഇല്ല. എപ്പോഴും മാറാല കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുപോലെ വീട്ടിലെന്തെങ്കിലും ആക്സസറീസ്, ഇപ്പോൾ ക്ലോക്ക്, ഫോട്ടോസ് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് കളയാനായിട്ട് മറന്നു പോകാതിരിക്കുക. അതൊക്കെ നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങളാണ്. അത് പിന്നെ എല്ലാ ദിവസവും ഒന്നും പ്രാവശ്യം തുടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാസത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ ഈ ജനലുകളൊക്കെ എന്നെ സംബന്ധിച്ച് എന്താ പ്രശ്നം എന്നറിയോ, ജനലുകളൊക്കെ എപ്പോഴും തുറന്നിട്ടേക്കായിരിക്കും, ജനലും വാതിലൊക്കെ. അപ്പോൾ എന്തായാലും പൊടി അകത്തേക്ക് കയറും. അപ്പോൾ അല്ലാത്തവർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല, അധികമൊന്നും അങ്ങനെ തുടയ്ക്കാനോ കാര്യങ്ങളോ ഒന്നും എപ്പോഴും ഉണ്ടാവില്ല. പിന്നെ ഈ പിള്ളേരൊക്കെ ഏത് നേരം ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും കയറി ഇറങ്ങി നടക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ കൊച്ചു കുട്ടികളുള്ളിടത്ത് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. അവരൊരു ഒരു ഒരു പ്രായം എത്തണേടം വരെ നമ്മൾ അവരോട് അടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് കയറല്ലേ ഇങ്ങോട്ട് കയറല്ലേ ചെരുപ്പിട്ടുകൊണ്ട് കയറല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടപടിയാവില്ല. ഇവർ ഈ പുറത്തേക്ക് ഇറങ്ങലും അകത്തേക്ക് കയറലും ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ഈ എന്താ പറയുക, ഈ ടൈലിടുന്നതിൻ്റെ ഒരു തട്ടില്ലേ ഇതുപോലുള്ള പാതകം, പക്ഷെ എന്തെന്നാണ് പറയണമെന്ന് എനിക്കറിയത്തില്ല. അതായത് ആ ഭിത്തിയോട് ചേർന്നിട്ടുള്ള ഭാഗം, അതിനകത്ത് മിക്കവാറും ഇങ്ങനെ പൊടി കയറിയിരിക്കും. നമ്മൾ അടിച്ചു വാരുമ്പോഴൊക്കെ പൊടി കയറിയിരിക്കും. അത് മിക്കവാറും തൗത്ത് കളയർ ആരും തന്നെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ആ പൊടി അവിടെ ഇരുന്ന് പഴകി പഴകി ഡസ്റ്റ് അലർജിക്ക് കാരണമാവും കേട്ടോ. അപ്പോൾ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു പോർഷനിലുള്ള പൊടികൾ എപ്പോഴും തുടച്ച് കളയാനായിട്ട്, ഏതൊക്കെ ഏരിയയിലാണ് തുടച്ച് വരുന്നത് അവിടെ ഇങ്ങനെ തുടച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ A to Z കാര്യങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് അങ്ങോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ക്ലീനായിട്ട് കിടക്കും. അപ്പം നിങ്ങൾ ആ ക്ലീൻ ചെയ്യാത്ത ഭാഗവും ഈ ഭാഗവും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെന്താ, നേരത്തെയൊക്കെ ഞാനുണ്ടല്ലോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ ഒരു ചേച്ചീനെ വെക്കുമായിരുന്നു. അപ്പോൾ ആ ചേച്ചി വന്നിട്ട് എല്ലായിടവും ശരിക്കും ക്ലീൻ ചെയ്ത് വിടുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ സ്ഥലമില്ല ടൈലിൻ്റെ കോർണർ ഭാഗങ്ങളൊക്കെ ശരിക്കും തുണി മുക്കി തുടച്ചെടുക്കുമായിരുന്നു. നമ്മുടെ അമ്മണി ചേച്ചിയാണ്. അമ്മണി ചേച്ചി നന്നായിട്ടത് ചെയ്തു തരുമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. കാര്യം അങ്ങനെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണല്ലോ ഈ ബിജുവിൻ്റെ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യാനായിട്ടും കാര്യങ്ങൾക്കും ഇറങ്ങിയത്. അപ്പോൾ അതുവരെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ചേച്ചിയുടെ വരവ് ഞാൻ പയ്യെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ തന്നെയായി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോന്നേ തലപൊക്കി തുടങ്ങിയത്. അപ്പോൾ പിന്നെ എന്താ പറയുക, അത് നമുക്ക് കുറച്ച് പിന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി തീർന്നായിരുന്നു. കാരണം ഈ ക്ലീനിങ്ങും ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പുറത്തേക്ക് പോകലും എല്ലാം കൂടെ ഒരുമിച്ച് ഒരാളാവുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആ ഒരു ഫോമിലേക്ക് തന്നെ തിരിച്ചെത്തി കേട്ടോ. മിക്കവാറും എനിക്ക് ഒന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നെ അത് പെട്ടെന്ന് തന്നെ അൽക്കുളിത്താക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഈ പിള്ളേരുള്ളത് കാരണം ഒരു രക്ഷയില്ല താനും. അപ്പോൾ അത് കാരണമാണ് കുറച്ചൊക്കെ ഒന്ന് ഡിലേ പറ്റിയത്. വീണ്ടും ഞാനതൊക്കെ ഒന്നൊക്കെ മാറ്റി റീസ്റ്റാർട്ട് ചെയ്ത് മനസ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് ഉഷാറാക്കിയെടുത്ത് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് തന്നെ ചെയ്ത് പോവാം. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വീടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ അതേ കിടക്കുന്നത്, തയ്യൽ മെഷീൻ. അത് തയ്ക്കാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമുക്കൊരു സ്റ്റിച്ച് ചെയ്തതൊക്കെ വിട്ടു പോകുമ്പോൾ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇതൊരെണ്ണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഓൾട്രേഷനും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് നടക്കും. അതുപോലെ തന്നെ ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴൊക്കെ ഈ തയ്യൽ കടയിൽ കൊണ്ടുപോയി നമ്മളിതൊന്ന് ഓൾട്ടർ ചെയ്ത് തരാമോ, അല്ലെങ്കിൽ കീറിയതൊന്ന് അടിച്ച് തരാമോ, കുത്തു പോയതൊന്ന് തുന്നി തരാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ വക സാധനങ്ങൾ അതൊരെണ്ണം അവിടെ കിടക്കുകയാണെങ്കിൽ നല്ല. എനിക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചുരിദാറും കാര്യങ്ങളും ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഭയങ്കര മടിയാണ്, തുണിയൊക്കെ ദ്രവിച്ച് തുടങ്ങി ഇവിടെ ഇരിക്കുന്നത്. എന്നാലും മടിയെടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒന്നാമത്തെ കാര്യം സമയം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. കുഞ്ഞിപ്പീക്കുവിൻ്റെ ബാസ്ക്കറ്റ് ബോളിൻ്റെ സംഭവമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ചുരുങ്ങിയതൊരു 3 വർഷമെങ്കിലായിട്ടുണ്ടാവും ഈ സംഭവം ഞാൻ മേടിച്ച് ഇവിടെ ഹാങ് ചെയ്തിട്ട്. ആദ്യമൊക്കെ എന്താ ചെയ്യുക, നമ്മൾ ഈ എക്സസൈസ് ചെയ്യാൻ മെഷീനൊക്കെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് സെറ്റ് ചെയ്തിടുമ്പോൾ ആദ്യം വീട്ടിലുള്ളവരൊക്കെ കൂടി ഭയങ്കര തമ്മിൽ ഇതിനകത്ത് കയറാനായിട്ട്. അവസാനം ഇത് തുണി ഉണങ്ങി വിരിക്കാനായിട്ട് ഒക്കെ എടുക്കുന്നൊരു സംഭവമായി തീരും. അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കാര്യം. ആദ്യം ഇതിന് ഭയങ്കര അടിയായിരുന്നു 2 പേരും കൂടെ. അവസാനമായപ്പോഴത്തേക്കും ഒരുമാതിരി എന്തെന്നാ പറയണേ, നിരുപദ്രവകാരിയായ
സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരു കോർണറിലേക്ക് മാറ്റിയിടുന്ന പറഞ്ഞു കണക്ക് ഇത് ഈ ജനലിന്മേൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കും. അപ്പം ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ആ സംഭവം അരക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് കളയാനായിട്ട് അവർ സമ്മതിക്കില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഒരു പരിധി കൂടുതൽ വെറുതെ കിടക്കുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര മടിയാണ്. പക്ഷേ ഇവർ എന്ത് ചെയ്താൽ കളയാനായിട്ട് സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്റ്റെപ്പിൻ്റെയൊക്കെ ഈ അടിവശം ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഈ ഒരു കോർണർ ഭാഗം അവിടെയൊക്കെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ എപ്പോഴും ഇങ്ങനെ മാറാല കെട്ടാനായിട്ട് സാധ്യത വളരെ കൂടുതലുള്ള സ്ഥലമാണ്. കാരണം അവിടെ നമ്മളെപ്പോഴും അങ്ങനെ പെരുമാറുന്നില്ലാത്തതായതുകൊണ്ട് അനങ്ങാതിരിക്കുന്ന ഏരിയയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ എപ്പോഴും മാറാല കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ആ തുടച്ചു പോകുന്ന ആ ഏരിയയിലുള്ള ഫാനുകൾ, അതിപ്പോൾ ടേബിൾ ഫാൻ ആവട്ടെ സീലിംഗ് ഫാൻ ആവട്ടെ ഏതുമായിക്കോട്ടെ, അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡസ്റ്റ് ക്ലീനിങ് അത്ര കറക്റ്റ് ആവത്തില്ല. അപ്പോൾ ഈ ഫാനിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് എപ്പോഴും ഇങ്ങനെ പറക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വീടിനുള്ളിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുന്ന ഏരിയയിലൊക്കെ വെച്ചിരിക്കുന്ന ഫാനും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കുഴി മടിച്ചാണ് എൻ്റെ കുഞ്ഞു സഹോദരങ്ങളെ ഞാൻ ഇതിൻ്റെ മേലെ കയറാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. സാധാരണ ഫാൻ ക്ലീൻ ചെയ്യലും മിക്കവാറും പപ്പയായിരിക്കും കേട്ടോ. ഇപ്രാവശ്യം പപ്പ എന്നോട് പറഞ്ഞ് നീ തന്നെ ക്ലീൻ ചെയ്തോളാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഈ ഒരു പണി ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തു. കാരണം ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയൊന്നും തുടക്കൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര മടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. പക്ഷേ ആരും ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ നമുക്ക് താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച കൂടുമെന്ന് പറഞ്ഞത് പോണക്കാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആരുമില്ല. നമ്മൾ ഈ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് മിക്കവാറും ഈ കൂട്ടുകുടുംബമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. ഓ അവൾ ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ ചെയ്യട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. നമ്മുടെ ഈ നന്ദന സിനിമയിൽ എന്നാൽ കുഞ്ഞുലക്ഷ്മിയമ്മയോ അങ്ങനെ ഇങ്ങോട്ട് വെള്ളം സ്റ്റൗ ഓൺ ചെയ്തോളൂ അല്ലെങ്കിൽ തീ പിടിപ്പിച്ചോളൂ വേഗം വെള്ളം കൊണ്ടുവന്നെന്ന് വിചാരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയില്ല അമ്മച്ചിമാർ. ആ ഒരു രീതിയാണ് എക്കത്തിനും. അതല്ല നമ്മൾ തന്നെയൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ത് പെട്ടെന്നായിരിക്കും എന്നറിയാമോ ഈ പണികളൊക്കെ ഇങ്ങോട്ട് ചെയ്ത് തീർക്കുന്നത്. കാരണം അവനവൻ തന്നെ ക്ലീൻ ചെയ്യണം. അവനവൻ്റെ വീടായതുകൊണ്ട് വൃത്തികേടായി കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് കാരണം എന്നാ സ്പീഡിലായിരിക്കുമെന്ന് പറയാം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയൊക്കെ തുടയ്ക്കുന്ന സമയത്തുണ്ടല്ലോ മിക്കവാറും ഈ ഡൈനിങ് ടേബിളിൻ്റെയൊക്കെ അടിഭാഗത്ത് ഇങ്ങനെ സ്ക്വയർ ബോക്സുകളൊക്കെ ആയിട്ടായിരിക്കും ഈ ഗ്ലാസ് ഇട്ടേക്കണതിൻ്റെ താഴ്ഭാഗത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത സ്ഥലമാണ്. കമിഴ്ന്ന് കിടന്നൊന്നും ആരും അതിനകത്തേക്കൊന്നും പോയി നോക്കുകയൊന്നുമില്ല. പക്ഷേ അവിടെയൊക്കെ മാറാല എന്ന് പറയുന്ന സഹോദരി കയറിയിരിക്കുന്നുണ്ടാവും. അതിന് നമ്മൾ തുടച്ച് കളഞ്ഞില്ലെങ്കിൽ എട്ടുകാലികൾ അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് തൂങ്ങി കിടന്നിട്ട് ആടി വേഗം മാറാല കെട്ടാനായിട്ട് ഒത്തിരി എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മാറാല തട്ടിയൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ എപ്പോഴും നമ്മൾ കർട്ടനുകൾ ചേഞ്ച് ചെയ്ത് എടുക്കണം കേട്ടോ. അടിച്ച് വാരി ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ കർട്ടന് മാറുക. ഒരു 2 ജോഡി കർട്ടനെങ്കിലും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് മാറിയിടുമ്പോഴല്ലോ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. അത് എല്ലാം ഒരേ കളർ തന്നെ ആവരുത്, പല കളറിലുള്ളത് മാറ്റി ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴല്ലോ വേറെ ഏതോ ഒരു സ്ഥലത്ത്, അതായത് പുതിയൊരു ഉണർവ്, നമുക്ക് ഈ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത തോന്നത്തില്ല നമ്മുടെ വീടിന്. അതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ മാറ്റങ്ങളാണ് കർട്ടനുകൾ ഓരോ കളറുകളായിട്ട് മാറ്റി ഇടുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താഴെ പോന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് മാറ്റിയിടുക തന്നെ വേണം കേട്ടോ. കാരണം അതിനകത്തും എപ്പോഴും മാറാല കയറിയിരിക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ നമ്മൾ അധികം അങ്ങോട്ട് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ കർട്ടൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ എപ്പോഴും നമ്മൾ ഈ കൊച്ചുകുട്ടികളുള്ളവരടുത്തൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കുക. കാരണം അവരിതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി നടന്ന് ഒളിച്ച് കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. കർട്ടൻ നമ്മളിങ്ങനെ അനക്കാണ്ടിട്ടേക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് എപ്പോഴും നിറച്ചും പൊടിയായിരിക്കും കേട്ടോ. 1 മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 2 മാസത്തിൽ കൂടുതലൊന്നും ഒരു കാരണവശാലും ഇപ്പോൾ ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറലൊന്നും നടക്കുമെന്നല്ല, ഒരുപാട് പണികളുണ്ടാവും അവർക്ക്. വീട്ടിൽ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അറിയില്ല അതിൻ്റെ അവസ്ഥ എന്നൊക്കെ നിങ്ങളിപ്പോൾ പറയണ്ടാവും. സംഭവം ശരിയാണ്. നമുക്ക് ഈ വീട്ടിലിരിക്കുന്നവർക്ക് ഇതൊക്കെ മാറാൻ എളുപ്പമാണ്. പക്ഷേ എന്നുണ്ടെങ്കിൽ ഈ ജോലിക്കൊക്കെ പോയി വരുന്നവർക്കൊക്കെ ഇത് ഇച്ചിരി പാടാണ്. അപ്പോൾ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളിതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് മാറും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഫ്രഷായിട്ട് കിടക്കും എപ്പോഴും നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ. പിന്നെ മാറാലയൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴുകാനും ഒക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തെടുക്കാനും ഒരുപാട് നല്ലതാണ്, സുഖമാണ്. അധികം പൊടിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, അഴുക്കും കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇടയ്ക്ക് കർട്ടൻ മാറ്റിയിടുക, അതുപോലെ തന്നെ സെറ്റിയുടെ കവറുകൾ മാറ്റിയിടുക. അതുപോലെ ഇത് പല ലെങ്തിലുള്ള കർട്ടനുണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ ഡോറിന് നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ അളന്ന് നോക്കുന്നത്. ഇതിന് അത്രയും ലെങ്ത് ഇല്ലാത്തത് കാരണം മാറിപ്പോവും. എല്ലാം ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് മാറിപ്പോവും. അപ്പോൾ അതാണ് ഞാൻ പോയി വെച്ച് നോക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർട്ടനുകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റിയിടുക.
നമ്മുടെ സെറ്റുകളുടെയും കട്ടിലിൻ്റെയും അതുപോലെ ടേബിൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് സ്ഥാനഭ്രംശം സംഭവിപ്പിച്ചിടുന്നത് നല്ലതാണ്. നമുക്കൊരു പുതിയ മൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വക കാര്യങ്ങൾ മറന്നു പോവാതിരിക്കുക കേട്ടോ. പിന്നെ മിക്കവാറും വീടുകളിൽ 2 ലെയർ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യം ഇടുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും അതിനകത്ത് 2 ലെയറിലൊക്കെ ആദ്യം കൊണ്ട് അങ്ങോട്ട് ഇടും. അവസാനം ഇതിനകത്തൊക്കെ മാറാല കയറി കിടക്കുക അല്ലാണ്ട് ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ആളെ വെച്ച് ക്ലീൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് എപ്പോഴും വീടുകൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ സിംഗിൾ ലെയറാണ് നല്ലത്. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ലെയർ എടുത്ത് ഇടുക. അല്ലാത്ത സമയങ്ങളിൽ ആ ഒരു ഡബിൾ ലെയറിൻ്റെ താഴത്തെ അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതുപോലെ സെറ്റിയുടെയൊക്കെ മാറ്റുകൾ മാറ്റുന്നും പോട്ടെ, ഈ ഷീറ്റുകൾ നമ്മൾ ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും തീർച്ചയായിട്ടും മാറ്റുക. കാരണം ഈ കുട്ടികളും അതുപോലെ കാർന്നോന്മാരൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇവരെപ്പോഴും അതിനകത്ത് പോയി ചെരിഞ്ഞവിടെ കിടക്കും. അപ്പം അതിൻ്റെ ആ ഒരു ഡസ്റ്റും കാര്യങ്ങളും വിയർപ്പും തലയിലെ എണ്ണയും കാര്യങ്ങളും എല്ലാം അതിനകത്ത് എപ്പോഴും പിടിച്ചിരിപ്പുണ്ടാവും. അപ്പം ഒരു വീടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിലൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവാനൊക്കെ ഇത് കാരണമാവും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കവറുകളൊക്കെ ഒന്ന് മാറ്റി വിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ റൂമിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറിയില്ല. കർട്ടനങ്ങ് മാറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ലുക്കായി. എത്ര നേരം കളർഫുള്ളായിട്ടുള്ള കർട്ടനായിരുന്നു കിടന്നിരുന്നത്. അപ്പം നല്ല വെള്ളം ഇടുവാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും സൂപ്പറാണ് കേട്ടോ. പക്ഷേ പിള്ളേരെ പേടിച്ച് ഈ വക സാധനങ്ങൾ ഇടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിലവും തൂത്ത് തുടച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലീനിങ് അവിടെ നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാറാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നിറച്ച് പൊടിയായിട്ടുണ്ട് ഇതിലൊക്കെ. അപ്പോൾ അതൊന്ന് അടിച്ചു വാരിയെടുക്കണം. അപ്പോൾ എല്ലാവരും മറന്നു പോകണ്ട നമ്മൾ ഈ ഒരു ക്ലീനിങ്ങിനുള്ള സമയം. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓരോ മുറിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അധികം സമയമൊന്നും വേണ്ടി വരത്തില്ലടോ. വീട് മൊത്തം ആകുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിക്കുകയും ചെയ്യാനായിട്ടൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കുട്ടികളൊക്കെ കുറച്ച് മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടിയൊക്കെ ഒന്ന് സഹകരിച്ച്, ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം കൂടി സഹകരിച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞങ്ങോട്ട് ആഴ്ചയിലൊരിക്കലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമായിരിക്കും. നല്ല എന്താ പറയുക, ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കും. അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. നമ്മൾ തന്നെ എല്ലാ പണിയുടെയും ഇടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന സിറ്റുവേഷനുകളിൽ ഈ പറയുന്ന പോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഓരോ സെക്ഷനായിട്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാള് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഹാള് മറ്റേ നമ്മുടെ കയറി വരുന്ന ഡ്രോയിങ് റൂം എന്നല്ലേ പറയുന്നത് അതെ, അതും ഡൈനിങ് ഏരിയ ഈ വക സാധനങ്ങൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടും. അതിന് ശേഷം പിന്നെ നമ്മുടെ ബെഡ്റൂമുകൾ അത് ചെയ്യുമ്പോൾ ബെഡ്റൂമുകളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യും. പിന്നെ നമ്മൾ കിച്ചൺ ഒരു ദിവസം കിച്ചണിന് വേണ്ടിയിട്ട് മാത്രം വേണ്ടി വരും. പിന്നെ നമ്മുടെ പുറത്തുള്ള 2 സിറ്റ് ഔട്ടും കാര്യങ്ങളും ഒക്കെ അതങ്ങനെ അങ്ങോട്ട് ക്ലീൻ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ എന്താ പറയുക, സമയം ഓവറായിട്ട് വരില്ല. അതുപോലെ നമുക്കങ്ങനെ ടയേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പം ഞാൻ പറഞ്ഞെന്ന് കരുതിക്കൊണ്ടാരും പിന്നെ ഇവളൊക്കെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുകയാണെന്നൊന്നും പറയരുത് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് മടിയും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷേ എങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ വീട് ഭംഗിയായിട്ട് ആരെങ്കിലും വരുമ്പോൾ കിടക്കാനായിട്ടും ഒക്കെ ഇത് തന്നെയാണ് നല്ലത്. അപ്പം എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവാതിരിക്കുക. അതുപോലെ തന്നെ വീടിൻ്റെ ഓരോ മുക്കും മൂലയും നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് മറന്നു പോവാതിരിക്കുക. ഞാനീ പറയുന്നതിൻ്റെ ദേഷ്യത്തിലൊന്നും നിങ്ങൾ ക്ലീൻ ചെയ്യാണ്ടെന്ന് ഇരിക്കണ്ട കേട്ടോ. പറ്റുന്നവരൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.